ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങളെക്കുറിച്ച് നോക്കാം. എക്കൽ മണ്ണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. മണൽമണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് എക്കൽ മണ്ണ്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിൻ്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. ഗംഗാ സമതലങ്ങളിൽ രണ്ട് വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. കാദർ, ബംഗർ എന്നിവയാണവ. ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എക്കൽ മണ്ണ്. ഈ മണ്ണിൻ്റെ സാന്നിധ്യമാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട കാർഷിക ഉൽപാദന കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നത്. ചെമ്മണ്ണ് മധ്യഗംഗാ സമതലത്തിൻ്റെ തെക്കൻ ഭാഗങ്ങളിലായി കാണപ്പെടുന്നു. ഇരുമ്പിൻ്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. മണ്ണിനങ്ങൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കാം. എക്കൽ മണ്ണ് പ്രധാന ഘടകം ഫലഭൂയിഷ്ഠമായ അവസാദങ്ങൾ. സ്ഥാനം ഗുജറാത്ത്, ഗംഗ, ബ്രഹ്മപുത്ര സമതലം. കാദർ, ബംഗർ. പുതിയതും പഴയതുമായ എക്കൽ ആണ് പ്രധാന ഘടകം. സ്ഥാനം ഗംഗാസമതലം. ചെമ്മണ്ണ് ഇരുമ്പിൻ്റെ അംശമാണ് പ്രധാന ഘടകം. സ്ഥാനം മധ്യഗംഗാ സമതലത്തിൻ്റെ തെക്ക്. ഇനി ലവണമണ്ണ് എന്താണെന്ന് നോക്കാം. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണമണ്ണ്. പൊതുവെ ഈ മണ്ണിൽ ഉപ്പിൻ്റെ അംശം കൂടുതലാണ്. മണലും പശിമ മണ്ണും കൂടി കലർന്ന മണ്ണാണിത്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജലക്കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണമാകുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടങ്ങളിലും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണമണ്ണായി മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൻ്റെ തീരപ്രദേശങ്ങളിൽ പീറ്റുമണ്ണും കാണപ്പെടാറുണ്ട്. കേരളത്തിലെ തണ്ണീർത്തടങ്ങളിലും പീറ്റുമണ്ണ് ലഭ്യമാണ്. ജൈവ പദാർത്ഥങ്ങളുടെ അമിതമായ സാന്നിധ്യം ഈ മണ്ണിനെ വ്യത്യസ്തമാക്കുന്നു. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. ഘടനാപരമായി മണൽ രൂപവും ലവണത്വ സ്വഭാവവുമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. അതിനാൽ ഈ മണ്ണിൽ സസ്യവളർച്ചയ്ക്ക് ജലസേചനം അനിവാര്യമാണ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാർഷിക കാലങ്ങളെക്കുറിച്ച് നോക്കാം. ഖാരിഫ്, റാബി, സയ്ദ് എന്നിങ്ങനെ 3 വ്യത്യസ്ത കാർഷിക കാലങ്ങളിലായാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വിവിധ ഇനം വിളകൾ കൃഷി ചെയ്യുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്നു വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ്. ശൈത്യകാലത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി. റാബി വിളകളുടെ വിളവെടുപ്പിനു ശേഷം ആരംഭിക്കുന്ന ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാല കാർഷിക കാലമാണ് സയ്ദ്. കാർഷിക കാലങ്ങളും ആ കാലങ്ങളിൽ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്തെല്ലാമാണെന്നും നോക്കാം. ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഉള്ള കാലമാണ്. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര മുതലായവ കൃഷി ചെയ്യുന്നു. റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെ. മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക്, ബാർലി മുതലായവ കൃഷി ചെയ്യുന്നു. സെയ്ദ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് കൃഷി ചെയ്യുന്ന കാലം. പച്ചക്കറികൾ, അതുപോലെ പഴങ്ങൾ, കാലിത്തീറ്റ മുതലായവയാണ് കൃഷി ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.